ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ വല്ലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് അസീനാനെ കാണാനാണ്. അസീനയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്താം. അസീനയ്ക്ക് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ്, വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാത്തിനും ആൾ സ്മാർട്ടാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീടാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ പറ്റിയ നല്ലൊരു പാർട്ട്ണറിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അതിന് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക കേട്ടോ. എന്നാൽ നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. വാ. അപ്പോൾ ഇതാണ് അസീന. അസീനയ്ക്ക് സംസാരിക്കാനും കേൾക്കാനാണ് ബുദ്ധിമുട്ട് കേട്ടോ. ഇവിടെ അസീനേൻ്റെ ബ്രദറൊക്കെ ഇരിക്കുന്നുണ്ട്. അസീന സൈൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്? അല്ല നമ്മളെ വീട്ടിൽ നിന്നുള്ള ആംഗ്യ ഭാഷയാണോ? വീട്ടിൽ നിന്നുള്ള തന്നെ. അല്ലാണ്ട് സ്കൂളിൽ പോയിട്ട് സൈൻ ലാംഗ്വേജ് അങ്ങനെ പഠിച്ചില്ല അല്ലേ? എത്ര വയസ്സായി? 33 വയസ്സ് കഴിഞ്ഞു. 33. അപ്പോൾ കല്യാണാലോചനകൾ കുറേ നോക്കി നമുക്ക് പറ്റിയത് വരാത്തതുകൊണ്ട് അങ്ങനെ ലേറ്റ് ആയതാണ്. ഇതേപോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളെയാണോ വേണ്ടത്, അല്ലെ സംസാരിക്കുന്ന ആളെയാണോ വേണ്ടത്? എങ്ങനെയാലും കുഴപ്പമില്ല, രണ്ടാലും. അപ്പോൾ നമുക്ക് രണ്ടായാലും കുഴപ്പമില്ല. ഇപ്പം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ ഈ സൈൻ ലാംഗ്വേജ് നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ച ആ സൈൻ ലാംഗ്വേജ് ഉണ്ടല്ലോ, അതായിരിക്കില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്നുള്ളൊരു സൈൻ ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ചിലർക്ക് ഈ പക്കാ സൈൻ ലാംഗ്വേജ് അറിയുന്നവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ റെഡി ആവണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വരണം. ഇനിയിപ്പോൾ സംസാരിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത സംസാരിക്കുന്ന ഒരാളാണെങ്കിലും അതിനെപ്പറ്റി ബേസിക് ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും മെയിൻ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം. അപ്പോൾ ബേസിക്കായിട്ട് അത് പഠിച്ചിരിക്കണം. പിന്നെ 33 വയസ്സാണ്. അത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? ഒരു 40 വരെയല്ലോ അല്ലേ? മാക്സിമം ഒരു 45 വരെയുള്ള ആലോചന നമുക്ക് നോക്കാം. പിന്നെ ഇവർ എത്ര മക്കളാണ്? നിങ്ങൾ 2 മക്കൾ, പിന്നെ 7 മക്കളുണ്ട്. ചെറിയ ആളാണ്, ഏറ്റവും ഇളയതാണ് അല്ലേ? അതെ. അപ്പോൾ എത്ര ആൺകുട്ടികളാ? 2 ആളും ബാക്കി 5 പെണ്ണും അല്ലേ? ഉപ്പ മരണപ്പെട്ടാണ്, ഉമ്മ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ദൂരം പ്രശ്നമുണ്ടോ നമുക്ക്? ദൂരം ഏതൊക്കെ ജില്ല? പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല അല്ലേ? ഈ 3 ജില്ലയൊക്കെ പറ്റും അല്ലേ? അതെ. അതെ, അടുത്താണ് ഇഷ്ടം അല്ലേ? അതെ. അപ്പോൾ അധികം ദൂരം അല്ലാത്ത ഒരാലോചനയാണ് ഏറ്റവും നല്ലത്. പിന്നെ പറഞ്ഞല്ലോ, പിന്നെ ഇപ്പോൾ വീട്ടുകാർക്കെല്ലാം സങ്കടമായിരിക്കും ഒരുപാട് ദൂരം ആകുമ്പോൾ. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ? എല്ലാം ചെയ്യും. പിന്നെ തയ്യലൊക്കെ അറിയാം, തുന്നൊക്കെ ചെയ്യും. തയ്യലൊക്കെ അറിയാം. ഫോണിലെല്ലാം അറിയാം. ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് എഴുതാനും വായിക്കാനും അറിയില്ലേ? കണ്ടതൊക്കെ അറിയാം. എത്ര വരെ പഠിച്ചത്? 10 വരെ പഠിച്ചിരുന്നു. 10 വരെ പഠിച്ചു. എക്സാം സ്ക്രൈബ് വേറെ ആൾ എഴുതിയാണോ? സ്വയം എഴുതിയതാണ് അല്ലേ? സ്ക്രൈബ് ഒന്നും എഴുതിയതല്ല. എക്സാമൊക്കെ ഒറ്റയ്ക്ക് എഴുതിയതാണ്. അപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ അറിയാം. വീട്ടിലെ ഫുഡ് ഉണ്ടാക്കാനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാ ആൾ സ്മാർട്ടാണ്, എല്ലാത്തിനും ഓക്കെയാണ്. ഈ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യൂല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഒട്ടും ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ദൂരത്തിൻ്റെ ഒക്കെ പറഞ്ഞല്ലോ, അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നല്ലൊരു പാർട്ട്ണർ വരികയാണല്ലോ. വേറെ എന്തെങ്കിലും ഇക്കൊക്കെ പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ എങ്ങനെയുള്ള ആളാവണം അങ്ങനെ എന്തെങ്കിലും പറയാനൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു ദീനിയായിട്ടുള്ള നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാവുക, അത്ര തന്നെ അല്ലേ? അതെ. അത് നമ്മൾ പറഞ്ഞിക്കില്ല, രണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള അല്ലേ? അപ്പോൾ ഒരു മനസ്സിലാക്കി സ്നേഹത്തോടെ വരുന്ന ഒരാളാവട്ടെ. അതെ 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 അതെ. രണ്ട് ടൈപ്പ്. ചിലർ പറയും അതേപോലെയുള്ള ആൾ മതിയെന്ന്, ചിലർ പറയും സംസാരിക്കുന്ന ആളും കുഴപ്പമില്ലാന്ന്. അപ്പോൾ ഓരോരുത്തരുടെ ചോയ്സ് പോലെയാണല്ലോ. അതെ. അപ്പോൾ ഓളെ സംബന്ധിച്ചിടത്തോളം സൈൻ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് തന്നെ സംസാരിക്കുന്ന ആളാണെങ്കിലും അത് വിഷയം ഉണ്ടാവില്ല. ഈ ലിപ് റീഡിങ് അറിയോ? നമ്മൾ സംസാരിക്കുമ്പോൾ ചുണ്ടുകൊണ്ട് മനസ്സിലാക്കും അല്ലേ? അതെ അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയൊക്കെ കാണുമ്പോഴൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. അതെ. ഫിലിമെല്ലാം ഓലെ ആംഗ്യഭാഷ അല്ലാണ്ട് തന്നെ ഉള്ളത് കാണും അല്ലേ? അതൊക്കെ മനസ്സിലാക്കും. പിന്നെ ഫോണിൻ്റെ കാര്യങ്ങളും അതൊക്കെ അറിയാം. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആലോചനകൾ വരിക. മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, ഈ 3 ജില്ലയിൽ നിന്നുള്ള ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ നിങ്ങൾ മാക്സിമം. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു പാർട്ട്ണർ വരിക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഓക്കെ.